അക്കു അക്കു സോറി അക്കു, എന്നൊന്ന് വിളിക്കൂ പ്ലീസ്. നിന്റെ ആ പെണ്ണ് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലേ? കുറച്ച് പോസസീവാണ് അച്ഛാ, അത്രേ ഉള്ളൂ. അതെന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതച്ഛാ ഈ സ്നേഹക്കൂടുതലുണ്ട്. ആ മനസ്സിലായി. പക്ഷേ എല്ലാ സ്നേഹവും സത്യമാണെന്ന് വിചാരിക്കണ്ട. കുഴപ്പമില്ല അച്ഛാ, ഞാനത് വിട്ടു. അല്ലെങ്കിലും സമാധാനം തരാത്ത കാര്യമൊന്നും നമ്മൾ വെച്ച് ഉറപ്പിക്കണ്ട. ഇല്ല അച്ഛാ, അവളിനി എൻ്റെ ലൈഫിലില്ല. ഇതൊക്കെ അത്രയ്ക്കും ഉള്ളടാ. ഹലോ അഖിലേ, നീ എവിടെ ഉണ്ട്? എടാ ഞാൻ നാട്ടിലാ. പിന്നെ മീര വിളിച്ചാൽ നീ എടുക്കാൻ നിൽക്കണ്ട. എടാ ചെറിയൊരു പ്രശ്നമുണ്ട്, നീ അവളുടെ മെസ്സേജ് ഒന്ന് നോക്കിയേ. അക്കു ഐ ആം പ്രഗ്നന്റ്. ഫോൺ എടുക്കൂ. എത്ര നേരം വിളിച്ചോണ്ടിരിക്കുക. മീര അക്കു നീ സീരിയസ് ആയിട്ട് പറഞ്ഞോ? ഇതിൽ ഞാൻ തമാശ പറയോ? എടാ സോറി. ഞാനല്ലേ സോറി പറയണ്ടേ? നീ എപ്പോഴാ അറിഞ്ഞേ? എന്നോട് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞേ? ചിലപ്പോൾ അതായിരിക്കും നിനക്കൊന്ന് വയ്യാതായ. നമ്മൾ തമ്മിൽ വഴക്കല്ലായിരുന്നോ? നമ്മൾ എന്താ ചെയ്യാ? വീട്ടിലറിഞ്ഞ എന്നെ കൊല്ലും. അത് നമുക്ക് എന്തേലും ചെയ്യാം. അല്ല നിനക്ക് എങ്ങനെ മനസ്സിലായേ? എൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് 2 വീക്കായി. അതാ ഞാൻ. നീ ടെൻഷൻ ആവണ്ട. നമുക്ക് ആദ്യം കൺഫേം ചെയ്യാം, എന്നിട്ട് കാമാറ്റി ഡിസൈഡ് ചെയ്യാം. അല്ല നീ ടെസ്റ്റ് എടുത്തോ? സ്ട്രിപ്പ് എവിടെ? അത് ഞാൻ ബാത്റൂമിൽ കളഞ്ഞു. എന്നാ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ടക്കൂ, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം. എനിക്ക് പേടിയാ, ആരെങ്കിലും കണ്ടാ. എനിക്ക് എൻ്റെ കൂടെ ഒന്ന് ഇരുന്നാ മതി. സ്ട്രിപ്പ് എവിടെന്നാ പറഞ്ഞേ? അതെ, ഞാൻ ബാത്റൂമിൽ കളഞ്ഞു. നീ നുണ പറയല്ലേ? അല്ലക്കോ, അതൊക്കെ എന്നെ വിശ്വാസമില്ലേ? സത്യം പറ മീര. അത് അക്കോ. നീ ഇത് ഫേക്ക് ചെയ്തല്ലേ? അല്ലക്കോ. പറ മീര. അത് ചേച്ചി, നീ എന്തിനാ ഇങ്ങനെ അവന്റെ പുറകെ കരഞ്ഞോണ്ട് കിടക്കുന്നേ? നിനക്ക് എത്ര നല്ല ചെറുക്കന്മാരെ വേറെ കിട്ടും? അവൻ ഇന്ന് തന്നെ വരും, നീ നോക്കിക്കോ. എങ്ങനെ? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാൽ അവൻ വരണ്ടേ? ചേച്ചി, ഇത് ലവ് അല്ല, ഇത് റിവെഞ്ചാ. അവൻ എന്നെ ഹേർട്ട് ചെയ്തില്ലേ, നീ അവനെ ഹേർട്ട് ചെയ്യട്ടെ. ചേച്ചി, ഇത് വേണ്ട. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട, എനിക്കറിയാം എന്താ വേണ്ടെന്ന്. എനിക്ക് നിന്നെ ലൂസ് ആവുമെന്ന് പേടിച്ചിട്ടാക്കൂ. സോറി.